വെറും 8 ദിവസത്തെ ബഹിരാകാശ ഗവേഷണത്തിനായി ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്തുകൊണ്ടാണ് 9 മാസക്കാലമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്നത്? അവർ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഈ 9 മാസക്കാലത്തെ അവരുടെ വരുമാനം എത്ര? അതായത് ബഹിരാകാശത്ത് അവർ റിസർച്ച് ചെയ്തതിന് നാസ അവർക്ക് കൊടുക്കുന്ന വരുമാനം എത്ര? വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. ജൂൺ 5 നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പരീക്ഷണ പറക്കലിന് തയ്യാറാവുകയാണ്. അതിന് തിരഞ്ഞെടുത്തതാകട്ടെ വളരെയേറെ ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറുമായിരുന്നു. അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് 8 ദിവസത്തെ ദൗത്യമായിരുന്നു. അതായത് ഈ സ്റ്റാർ ലൈനറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അത് ബഹിരാകാശ ഗവേഷണത്തിന് ബഹിരാകാശ സഞ്ചാരത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുക, അതിനുശേഷം 8 ദിവസത്തിന് ശേഷം വീണ്ടും ഭൂമിയിലെത്തി നാസയ്ക്ക് റിപ്പോർട്ട് നൽകുക. ഇതായിരുന്നു ഈ ബുച്ച് വിൽമോറിൻ്റെയും സുനിത വില്യംസിൻ്റെയും ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ കുതിച്ചു വരികയാണ്. ഒരു ദിവസത്തിന് ശേഷം 28 മണിക്കൂറിന് ശേഷമാണെന്ന് തോന്നുന്നു അവർ ഈ ബഹിരാകാശ പേടകത്തിൽ പോയി ഡോക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ക് ചെയ്ത ഈ സ്റ്റാർ ലൈനിൽ ചില സാങ്കേതിക പിഴവുകൾ കണ്ടെത്തുകയാണ് ക്രൂ മെമ്പേഴ്സ്. അതിനെ പരിഹരിക്കാൻ ക്രൂ മെമ്പേഴ്സ് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ 8 ദിവസത്തെ ബഹിരാകാശ ഗവേഷണത്തിന് പോയ സുനിത വില്യംസും ഈ ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് കുടുങ്ങുകയാണ്. അവരെ തിരികെ എത്താനുള്ള പരിപാടികളൊക്കെ നാസ നോക്കിയെങ്കിലും, അതായത് ഈ സ്റ്റാർ ലൈനറിൽ തന്നെ തിരികെ എത്താനുള്ള പരിപാടികളൊക്കെ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇന്ത്യൻ വംശജയായ ഈ കൽപ്പന ചൗള മരണപ്പെട്ടതും ചെറിയൊരു സാങ്കേതിക പിഴവുകൾ കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ നാസ വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ 2024 സെപ്റ്റംബറിൽ ഈ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിനെ മനുഷ്യരില്ലാതെ ഭൂമിയിലേക്ക് താഴെ ഇറക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള 8 മാസക്കാലം ഈ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഈ ബഹിരാകാശത്ത് ഗവേഷണങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ സുനിത വില്യംസ് ചില നേട്ടങ്ങളും കൈവരിക്കുകയാണ്. 62 മണിക്കൂർ ബഹിരാകാശത്ത് നടന്ന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശം നടന്ന വനിത എന്ന ഒരു ബഹുമതി നേടിയെടുക്കുകയാണ്. അതുമാത്രമല്ല ബഹിരാകാശത്തിൻ്റെ കമാൻഡർ പദവിയും നേടിയെടുക്കുകയാണ് സുനിത വില്യംസ്. അതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. സുനിത വില്യംസ് ഡേഞ്ചറസ് സോണിലാണ്, അവരുടെ ശരീരമൊക്കെ മുഖമൊക്കെ മാറിയിരിക്കുന്നു, അവർ ഡേഞ്ചറസ് സോണിലാണെന്നൊക്കെ. പക്ഷേ അതൊക്കെ നിരസിക്കുകയാണ് തെളിവ് സഹിതം സുനിത വില്യംസ്. അങ്ങനെ അമേരിക്കൻ ഇലക്ഷൻ വരുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയാണ്. പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഈ സുനിത വില്യംസിനെയും ഈ ബുച്ച് വിൽമോറിനെയും എത്രയും പെട്ടെന്ന് ഭൂമിയിലെത്തിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമെന്നാണ്. അങ്ങനെ സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായ എലോൺ മസ്കിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ ഭാഗമായി 2025 മാർച്ച് 15 എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, 4 പേരടങ്ങുന്ന സംഘം ക്രൂ 10 എന്ന ഒരു പേരിൽ ബഹിരാകാശത്തേക്ക് കുതിക്കുകയാണ്. അങ്ങനെ അവർ പിറ്റേ ദിവസം 16 ഈ ബഹിരാകാശത്തെത്തുകയും ഡോക്ക് ചെയ്യുകയുമാണ്. പിന്നീടുള്ള കാര്യങ്ങൾ നാസ ലൈവായിട്ട് പുറത്തുവിടുകയായിരുന്നു. അതായത് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘം ക്രൂ 10 എന്ന സംഘം ബഹിരാകാശത്തെത്തുകയും അവരുടെ വാഹനം അവിടെ ഡോക്ക് ചെയ്യുകയും അതിൽ നിന്ന് 4 പേരും പുറത്തേക്ക് വരുന്ന കാഴ്ചയും അവിടുത്തെ ആൾക്കാരുമായി ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ആലിംഗനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്താണ് സ്പേസ് സ്റ്റേഷനിൽ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആകെ മൊത്തം 11 പേരടങ്ങുന്ന സംഘമാണ് ബഹിരാകാശത്ത് താൽക്കാലികമായി ഉള്ളത്. അതായത് കുറച്ച് നേരത്തേക്ക്, കുറച്ച് മണിക്കൂറുകൾ മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും തിരികെ എത്തുന്ന ഈ ക്രൂ 9 സംഘത്തിലെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ചുമതലകളെല്ലാം ഈ 4 പേർ പോയ 4 പേർക്കുമായി നൽകുകയും അതിനുശേഷം മാർച്ച് 18 ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ രാവിലെ 8:15 അവർക്ക് തിരികെ വരാനുള്ള പേടകമായ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡം എന്ന ഈ ഒരു പേടകത്തിൽ ഈ 4 പേരും കയറിയിരിക്കുകയും ആ ഡ്രാഗൺ ഫ്രീഡത്തിൻ്റെ വാതിൽ ക്ലോസ് ചെയ്യുകയും 10:35 ആകുന്നതോടുകൂടി സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡത്തിൻ്റെ അൺഡോക്കിംഗ് പ്രൊസീജിയർ ആരംഭിക്കുകയുമാണ്. പിന്നീട് മാർച്ച് 19 2025 മാർച്ച് 19 പുലർച്ചെ 3:30 ഇന്ത്യൻ സമയമാണ് ഞാൻ പറയുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഫ്ലോറിഡയിലുള്ള കടൽ തീരങ്ങളിൽ ഈ 4 പേരടങ്ങുന്ന സംഘം കൃത്യമായി നിലയുറപ്പിക്കുമെന്നാണ് നാസയുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ആ ഒരു ആകാംക്ഷ ഉണ്ടാകും, ഈ 9 മാസക്കാലം അവർ മൈക്രോ ഗ്രാവിറ്റിയിലായിരുന്നു, തിരിച്ച് ഭൂമിയിലെത്തുമ്പോൾ എന്തായിരിക്കും അവിടെ അവസ്ഥ എന്ന്. അതായത് ഒരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടു, അതായത് ഒരു കൊച്ചുകുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴുകയും വീണ്ടും എണിച്ച് നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ആയിരിക്കും. അതായത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന ഒരാൾ തിരിച്ച് ഭൂമിയിലെത്തുമ്പോൾ ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലവുമായി യോജിച്ച് പോകേണ്ടതുണ്ട്. അതിന് കുറച്ച് മാസങ്ങളോ ദിവസങ്ങളൊക്കെ എടുക്കേണ്ടത് വരും. അതിനെയൊക്കെ ഫേസ് ചെയ്യുമായിരിക്കും ഈ ബുച്ച് വിൽമോറും സുനിത വില്യംസൊക്കെ.
അതുമാത്രമല്ല പേശിയിലെ ബലക്ഷയമുണ്ടാകും. അതിനെ ഈ ഫിസിക്കൽ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാം അവർ നേരിട്ട് ദിവസങ്ങളോ മാസങ്ങളൊക്കെ കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി ഉയർന്നു കൊടുക്കുന്ന മറ്റൊരു ചോദ്യം എന്തെന്ന് വെച്ചാൽ 9 മാസക്കാലമായി ബഹിരാകാശത്ത് ഗവേഷണം നടത്തുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. അപ്പോൾ അവരുടെ പ്രതിഫലം എന്തായിരിക്കും, നാസ അവർക്ക് എന്താണ് കൊടുക്കുന്നതെന്നാണ്. അതായത് 1.41 കോടി രൂപയാണ് ഓരോരുത്തർക്കും നാസ കൊടുക്കുന്നത് ശമ്പളമായിട്ട്. അതുമാത്രമല്ല ഓരോ ലക്ഷം വീതവും നാസ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഒരു ദിവസം 340 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് 300 ദിവസത്തോളം അവർ ബഹിരാകാശ നിലയത്ത് കഴിച്ചുകൂട്ടി. അതിൻ്റെ ഒരു ബാറ്റയാണ് ഈ 1 ലക്ഷം എന്ന് പറയുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ക്രൂ 9 സംഘം സുരക്ഷിതമായി വീണ്ടും ഭൂമിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.